24 ബ്രേക്കിംഗ് 2020യുടെ NDA പ്രവേശനത്തിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി. എറണാകുളത്ത് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചു. വിപിൻ സി വിജയൻ ആ വാർത്തയുടെ വിവരങ്ങളും ചേരുകയാണ്. വിപിൻ, പൊട്ടിത്തെറി എത്രത്തോളം വലിയ പൊട്ടിത്തെറിയാണ്? എത്രത്തോളം പ്രധാനപ്പെട്ട നേതാക്കൾ, എത്ര സംഖ്യ അണികൾ ഒക്കെ NDA ക്യാമ്പിലേക്ക് പോകാൻ കൂട്ടാക്കാതെ UDF-ലേക്ക് പോകുന്നുണ്ട്? വിപിൻ. ആഷ്മി, വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം ഇപ്പോൾ തന്നെ 2020 ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളുള്ളത്. അതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കൂടിയാലോചനകൾ ഒന്നും തന്നെ നടക്കാതെയാണ് NDA-യിലേക്കുള്ള ഒരു മുന്നണി പ്രവേശനത്തിന്റെ ചർച്ചകൾ ഉണ്ടായത് എന്നും അത്തരത്തിൽ അതൊരു ഏകപക്ഷീയമായ തീരുമാനമുണ്ടായി എന്നുള്ളതുമാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. ഇതേ തുടർന്നിട്ടാണ് കൂട്ടത്തോടെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നുള്ളൊരു തീരുമാനം ഒരു വിഭാഗം നേതാക്കൾ എടുത്തിരിക്കുന്നത്. ഇന്ന് 3 മണിക്ക് കോലഞ്ചേരിയിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത് പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് ഷിയാസോ അല്ലെങ്കിൽ അവിടെ VP സജീന്ദ്രനോ ആയിരിക്കും ഇവരെ സ്വീകരിക്കുക എന്നുള്ളതും അറിയുന്നു. അപ്പോൾ ഇന്ന് തന്നെ അതിന്റെ ഒരു ആദ്യ നടപടികളിലേക്ക് നേതാക്കൾ കടക്കുകയാണ്. ഇപ്പോൾ തൃക്കാക്കരയിലെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇതിലൊരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ളത് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും 2020 എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ന്യൂനപക്ഷത്തിന്റെയും ആളുകളാണ് കൂടുതലായും അതിൽ അംഗങ്ങളായിട്ടുള്ളത്. അവർ ഈ ഒരു BJP-യുമായി കൈകോർത്ത ഒരു നടപടിയെ ശക്തമായി എതിർക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ കൂടുതൽ പേർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവിടെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ സാബു ജേക്കബ് കൊച്ചിയിൽ തിരുവനന്തപുരത്തെ വേദിയിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വരുമ്പോഴാണ് T20-യിലെ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും സാബു ജേക്കബിനൊപ്പം NDA-യിലേക്ക് പോവാതെ കോൺഗ്രസിലേക്ക് പോകാനാണ് ഒറ്റക്കെടുത്ത തീരുമാനം. അതായത് പ്രാദേശിക നേതൃത്വത്തെയും പ്രവർത്തകരെയും നോക്കുകുത്തിയാക്കി ഒറ്റക്കെടുത്ത തീരുമാനം എന്നുള്ളതാണ് അവരുടെ വികാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.